Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. യുകെയിൽ NHSന്റെ അവസ്ഥ അതിശോചനീയം. സർക്കാർ ചുമതലപ്പെടുത്തിയ സ്വതന്ത്ര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്ത്. ശക്തമായ പ്രതികരണം നടത്തുവാൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. നീണ്ട കാത്തിരിപ്പ് സമയങ്ങളും സുപ്രധാന ചികിത്സകൾ ലഭിക്കുന്നതിനുള്ള കാലതാമസവുമെല്ലാം ഇംഗ്ലണ്ടിലെ NHSന്റെ ശോചനീയ അവസ്ഥയാണ് കാണിക്കുന്നതെന്ന് സർക്കാർ ചുമതലപ്പെടുത്തിയ സ്വതന്ത്ര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. NHS സർജനായ ലോർഡ് ഡാർസിയുടെ 9 ആഴ്ചത്തെ അവലോകനത്തിന് ശേഷമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ ആരോഗ്യ സേവനത്തിലെ വീഴ്ചകൾ കണ്ടെത്തി സ്വതന്ത്രമായ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ ലേബർ സർക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഗുരുതരമായ അവസ്ഥയിൽ ആയിരിക്കുന്ന ആരോഗ്യ സേവനത്തിന്റെ ചിത്രമാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തുറന്നു കാട്ടുന്നത്. കഴിഞ്ഞ ലേബർ ഗവൺമെന്റിൽ ആരോഗ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച സർജനായ ഡാർസി NHS ഇപ്പോഴും കോവിഡ് പകർച്ചവ്യാധിയുടെ ആഘാതങ്ങളിൽ നിന്നും കരകയറിയിട്ടില്ലെന്നും വ്യക്തമാക്കി. രോഗങ്ങളുടെ ചികിത്സയിൽ ഉണ്ടാവുന്ന കാലതാമസം, ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ വൈകുന്ന ചികിത്സ തുടങ്ങിയവയെല്ലാം NHSന്റെ പരാജയത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അടിസ്ഥാന കെട്ടിടങ്ങളുടെ അഭാവവും സാങ്കേതിക വിദ്യയിലെ നിക്ഷേപങ്ങളുടെ അഭാവവുമെല്ലാം പരാജയത്തിന്റെ വിവിധ കാരണങ്ങളാണ്. മറ്റു വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് NHSന്റെ സാങ്കേതിക വിദ്യകൾ ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ലെന്ന് ഡാർസി തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലെസ്റ്ററിൽ വീടിന് തീപിടിച്ച സംഭവം, 14-കാരിയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ചൊവ്വാഴ്ച പുലർച്ചെ ലെസ്റ്ററിലെ ബെഡേൽ ഡ്രൈവിൽ വീടിന് തീപിടിച്ച സംഭവത്തിൽ 14-കാരിയെ അറസ്റ്റ് ചെയ്തു. തീപിടുത്തത്തിന് പിന്നാലെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. മരിച്ചയാളുടെ വിവരങ്ങളോ പെൺകുട്ടിയുമായുള്ള ബന്ധമോ ഇതുവരെ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. പെൺകുട്ടിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ളവർ ഇപ്പോഴും ചികിത്സയിലാണ്. ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ട്. തീപിടുത്തത്തിൽ വീടിന്റെ മേൽക്കൂരയിലേക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുവാൻ ലെസ്റ്റർഷെയർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുമായി ചേർന്ന് അധികൃതർ പ്രവർത്തിച്ചു വരികയാണ്. ഇൻസ്പെക്ടർ മൈക്കിൾ ചാൻഡലർ അന്വേഷണം ആരംഭഘട്ടത്തിലാണെന്ന് പ്രതികരിച്ചു. മരിച്ചയാളുടെ കുടുംബത്തിന് പോലീസ് പിന്തുണ അറിയിച്ചു. ലെസ്റ്ററിലെ ജനവാസ മേഖലയിൽ ഈ സംഭവം കാര്യമായ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. UK പാർലമെന്റിന് മുന്നിൽ പാകിസ്ഥാനെതിരെ പ്രതിഷേധവുമായി ജമ്മു കാശ്മീർ സ്വദേശികൾ. UK പാർലമെന്റിന് മുന്നിൽ ഭീകരവിരുദ്ധ പ്രതിഷേധവുമായി ജമ്മു കാശ്മീർ സ്വദേശികൾ. പാകിസ്ഥാൻ ഭരണകൂടം ഭീകരവാദം സ്പോൺസർ ചെയ്യുന്നതിനെ അപലപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കൂ, ജമ്മു കാശ്മീരിൽ നിരപരാധികളെ കൊലപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക, പാക് ഭീകരവാദം അവസാനിപ്പിക്കാൻ ലോകം പ്രവർത്തിക്കണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളും പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചു. പാക് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദം എന്നെഴുതിയ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ഭീകരതയെ ഭരണകൂട നയമായി ഉപയോഗിക്കുന്നു. പാകിസ്ഥാനെതിരെ നിലപാട് സ്വീകരിക്കുവാൻ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കണമെന്ന് പ്രതിഷേധക്കാർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ക്ഷേമത്തിൽ കാര്യമായ പരിഗണന നൽകാതെ മേഖലയിലെ സമാധാനവും പുരോഗതിയും വികസനവും തകർക്കുക എന്നാണ് പാകിസ്ഥാന്റെ അജണ്ടയെന്ന് ജമ്മു കാശ്മീർ പ്രവാസികൾ കുറ്റപ്പെടുത്തി. ഇനി നാട്ടിലെ വാർത്തകൾ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെ വൈകിട്ട് 3:30 മണിയോടെയാണ് അന്ത്യം. മൃതദേഹം ഇന്ന് എയിംസിൽ സൂക്ഷിക്കും. നാളെ വസന്ത് കുഞ്ചിലെ വീട്ടിൽ കൊണ്ടുവരും. 14-ാം തീയതി രാവിലെ AKG സെന്ററിൽ പൊതുദർശനം ഉണ്ടാകും. വൈകുന്നേരം 3 മണിയോടെ ഭൗതിക ശരീരം വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടുനൽകും. 32 വർഷമായി CPM പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി 2015-ലാണ് ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയത്. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി 1952 ഓഗസ്റ്റ് 12-ന് ചെന്നൈയിലാണ് യെച്ചൂരി സീതാരാമ റാവു ജനിച്ചത്. പേരിന്റെ വാലറ്റത്ത് നിന്ന് ജാതി മുറിച്ചു മാറ്റണമെന്ന് തീരുമാനിച്ച് സീതാറാം യെച്ചൂരിയായി. സീതാറാം യെച്ചൂരിക്ക് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലി. 1.5 വർഷത്തിനു ശേഷം ഒറ്റത്തവണയായി ശമ്പളം. KSRTCയിൽ ശമ്പള വിതരണം തുടങ്ങി. KSRTCയിൽ ശമ്പള വിതരണം തുടങ്ങി. ഇന്ന് മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകാനാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. 1.5 വർഷത്തിനു ശേഷം ഒറ്റത്തവണയായി ശമ്പളം ലഭിക്കുന്നത് ആദ്യമായാണ്. പെൻഷൻ വിതരണം നേരത്തെ ആരംഭിച്ചിരുന്നു. 22,000-ലേറെ സ്ഥിര ജീവനക്കാർക്കാണ് ഒറ്റ ഗഡുവായി ശമ്പളം ലഭിക്കുന്നത്. ഒക്ടോബർ മുതൽ എല്ലാ മാസവും ആദ്യ ആഴ്ച തന്നെ ഒറ്റ ഗഡുവായി ശമ്പളം വിതരണം ചെയ്യാനാണ് തീരുമാനം. ഇതിനായി ഓവർ ഡ്രാഫ്റ്റായി ബാങ്കിൽ നിന്നും 100 കോടി രൂപ എടുക്കും. 80 കോടിയോളം രൂപയാണ് മാസ ശമ്പളത്തിനായി വേണ്ടത്. 11-ന് ശമ്പളം നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞിരുന്നില്ല. സർക്കാർ കഴിഞ്ഞ ദിവസം 30 കോടി രൂപ അനുവദിച്ചിരുന്നു. ഓണക്കാലമായിട്ടും ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ഒരു വിഭാഗം ജീവനക്കാർ പ്രതിഷേധം പ്രഖ്യാപിച്ചു. സുഭദ്ര വധക്കേസ് പ്രതികളായ മാത്യൂസും ശർമിളയും കർണാടകയിൽ പിടിയിൽ. സുഭദ്ര വധക്കേസിലെ പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. കർണാടകയിലെ മണിപ്പാലിൽ നിന്നാണ് പ്രതികൾ കുടുങ്ങിയത്. കലവൂരിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസും ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശി ശർമിളയുമാണ് പിടിയിലായത്.
ഇവരുമായി പോലീസ് കേരളത്തിലേക്ക് തിരിച്ചു. ഒരു മാസം മുമ്പ് കൊച്ചിയിൽ നിന്നും കാണാതായ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് കരിത്തല റോഡ് ശിവകൃപയിൽ സുഭദ്രയുടെ മൃതദേഹം കലൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. സ്വർണ്ണാഭരണങ്ങൾക്കായി കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം. ഇവരെ ചോദ്യം ചെയ്താലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. സുഭദ്രയെ കാണാനില്ലെന്ന് മകൻ രാധാകൃഷ്ണൻ പരാതി നൽകിയിരുന്നു. ഫോൺ വിളികൾ പരിശോധിച്ചപ്പോൾ ഇവർ കലവൂരിൽ വന്നിരുന്നതായി കണ്ടെത്തി. ഓഗസ്റ്റ് 4 എറണാകുളം സൗത്തിൽ നിന്ന് ഒരു സ്ത്രീക്കൊപ്പം പോകുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചു. ഒപ്പമുള്ളത് ശർമ്മളയാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. മണ്ണിനടിയിലെ മൃതദേഹ സാന്നിധ്യം തിരിച്ചറിയുന്ന കടാവർ നായയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം സുഭദ്രയുടെ മക്കൾ രാധാകൃഷ്ണനും രാജേഷും തിരിച്ചറിഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇവർ അറിയിച്ചു. ദമ്പതികൾ പണയം വെച്ചതിന്റെ തെളിവ് പോലീസിന് കിട്ടി. സുഭദ്രയും ശർമ്മളയുമായി പണമിടപാടുണ്ടായിരുന്നതായി മാത്യൂസിന്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഇനി കായിക വാർത്തകൾ. കേരള ക്രിക്കറ്റ് ലീഗിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ആലപ്പി റിപ്പിൾസ് വിജയവടിയിൽ. ബോളർമാരുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിനെ 52 റൺസിനാണ് ആലപ്പി റിപ്പിൾസ് തോൽപ്പിച്ചത്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ആലപ്പി നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 125 റൺസ്. ട്രിവാൻഡ്രം റോയൽസിന്റെ മറുപടി 16.5 ഓവറിൽ 73 റൺസിൽ അവസാനിച്ചു. സീസണിൽ ആലപ്പി റിപ്പിൾസിന്റെ 3ാം ജയമാണിത്. സീസണിലെ ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച ശേഷം തോൽവിയിലേക്ക് വെഴുതി വീണ റിപ്പിൾസ് ഇടവേളയ്ക്ക് ശേഷമാണ് വിജയവടിയിൽ തിരിച്ചെത്തുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ആലപ്പി റിപ്പിൾസ് ഒരിക്കൽ കൂടി ഓപ്പണർമാരായ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ, കൃഷ്ണപ്രസാദ് എന്നിവരുടെ മികച്ച പ്രകടനം തുണയായി. ഒരിക്കൽ കൂടി ഓപ്പണിംഗ് വിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്തു ഇരുവരും. ഓപ്പണിംഗ് വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് തീർത്തു. 42 പന്തിൽ നിന്ന് ഇരുവരും സ്കോർ ബോർഡിൽ എത്തിച്ചത് 51 റൺസാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 109.59 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.